പാലക്കാട്ടേക്ക് ഇക്ബാലിലേക്കാണ് പോകുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ഫയർ ഫൈറ്റിംഗ് സംവിധാനം സ്ഥാപിച്ചിട്ടില്ലെന്നാണ് പരാതി. അപകടമുണ്ടായാൽ ചെറുക്കാൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിലുള്ളത് ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമാണ്. പുകയുടെ സാന്നിധ്യം കണ്ടെത്തുന്ന സ്മോക്ക് ഡിറ്റക്ഷൻ സംവിധാനവും ജില്ലാ ആശുപത്രിയിൽ സ്ഥാപിച്ചിട്ടില്ല. കാലപ്പഴക്കം ചെന്ന ജില്ലാ ആശുപത്രിയിലെ കെട്ടിടത്തിൽ ഷോർട്ട് സർക്യൂട്ട് മൂലം ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 തീപിടുത്തമുണ്ടായിരുന്നു. ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് സാഹസികമായാണ് അന്ന് ICUവിലും വാർഡുകളിലും ഉണ്ടായിരുന്ന രോഗികളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, നമുക്ക് ഓർമ്മയുണ്ട് ആ ഒരു തീപിടുത്തം, അപകടമൊക്കെ. അന്ന് ഏറെ കഷ്ടപ്പെട്ട് സാഹസികമായി രോഗികളെല്ലാം എടുത്തുകൊണ്ടുപോയി മാറ്റി. പക്ഷേ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണോ വ്യക്തമാകുന്നത്? എന്താണ് പാലക്കാട്ടെ അവസ്ഥ? രോഷിനി, ഇക്കഴിഞ്ഞ ഫെബ്രുവരി 16 പുലർച്ചയോടുകൂടിയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ അവസാനത്ത് ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ വേണ്ടി സാധിക്കും. അടച്ചു മൂടിയിട്ടുള്ള കാണുന്ന ജനലുകളുള്ള മുറികളിൽ തീപിടുത്തം ഉണ്ടാവുന്നത്. അന്ന് വലിയൊരു തീപിടുത്തം തന്നെയാണ് അന്ന് ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇപ്പോൾ തൊട്ടിപ്പുറത്ത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് ICUകൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇതിന് തൊട്ട് മുകളിലായി പിന്നീട് വാർഡുകളെല്ലാം ഉണ്ട്. അന്ന് ഈ ICUയിൽ തന്നെ 46-ലധികം രോഗികൾ ഉണ്ടായിരുന്നു. ഇവരെല്ലാം നിൽക്കുന്ന സമയത്തായിരുന്നു അന്ന് ഈ തീപിടുത്തം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ തീപിടുത്തം ഉണ്ടായി ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ജില്ലാ ആശുപത്രിയിൽ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഈ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ സമയത്ത് ഉപയോഗിക്കേണ്ട യാതൊരു രീതിയിലുള്ള ഫയർ അല്ലെങ്കിൽ തീ കെടുത്താനുള്ള യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഫയർ ഓഡിറ്റിന് ശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ഫയർ ഓഡിറ്റ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയിട്ടുള്ളത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായാൽ തീ അണയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫയർ ഹൈഡ്രന്റുകൾ, അതുപോലെ തന്നെ സ്പ്രിംഗ്ലറുകൾ ഒന്നും തന്നെ ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഈ കാണുന്ന കെട്ടിടത്തിൽ ഒരുക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല പുകയുടെ സാന്നിധ്യം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്മോക്ക് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതുപോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. ആകെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ തീ നിയന്ത്രണ വിധേയമാക്കാൻ അല്ലെങ്കിൽ തീ കെടുത്താനുള്ളത് ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമാണ്. ഇതുകൊണ്ട് മാത്രം എങ്ങനെ തീ കെടുത്താൻ കഴിയും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത്. നേരത്തെ തന്നെ അപകടം സംഭവിച്ച സമയത്ത് ഫെബ്രുവരി 16 അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആശുപത്രിയിലെ ജീവനക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും, ആംബുലൻസ് ഓടിക്കുന്ന ജീവനക്കാരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളും എല്ലാം ഓടി എത്തിയതുകൊണ്ട് മാത്രമാണ് ആ രോഗികളെ എല്ലാം യാതൊരു രീതിയിലുള്ള അത്യാഹിതവും ഇല്ലാതെ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചത്. അന്ന് ഇത്തരത്തിൽ പുകയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സ്മോക്ക് ഡിറ്റൻഷൻ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അപകടം നേരത്തെ തന്നെ അറിയാമായിരുന്നു. അന്നൊരു ജീവനക്കാരി യാദൃശികമായി ആ മുറിക്കകത്തേക്ക് സമീപത്തേക്ക് ചെന്നപ്പോൾ മാത്രമാണ് പുകയും തീയും എല്ലാം കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് അന്ന് എല്ലാവരെയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിച്ചത്. ഏതായാലും ഇപ്പോൾ ഫയർ ഓഡിറ്റിന് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഫയർ ഹൈഡ്രന്റുകളില്ല, സ്പ്രിംഗ്ലറുകളില്ല, തീപിടുത്തം ഉണ്ടായാൽ ഉപയോഗിക്കേണ്ട യാതൊരു രീതിയിൽ അടിയന്തരമായി ഉപയോഗിക്കേണ്ട യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ICU പ്രവർത്തിക്കുന്ന ഈ കെട്ടിടത്തിൽ ഇല്ല എന്നുള്ളത്. ആകെയുള്ളത് ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമാണ്. ഇത് കൃത്യമായി തന്നെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ ഈ ആശുപത്രിയിലെ അധികൃതർക്ക് കൃത്യമായി തന്നെ വിവരം നൽകിയിട്ടുണ്ട്. പക്ഷേ പഴക്കം ചെന്നിട്ടുള്ള ഈ കെട്ടിടത്തിൽ യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ തന്നെ പൊതുപ്രവർത്തനമായിട്ടുള്ള ബോബൻ മാട്ടുവന്ന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ രീതിയിലുള്ള അനാസ്ഥ, വീഴ്ചയാണ് ശരിക്കും ജില്ലാ ആശുപത്രി അധികൃതരിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ആശുപത്രികൾ എന്നത് രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട കേന്ദ്രങ്ങളാണ്. എന്നാൽ ഇന്ന് ആ ആശുപത്രികൾ രോഗികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന കേന്ദ്രങ്ങളായി മാറുന്നു. ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ആരോഗ്യ വിഭാഗവുമെല്ലാം ഈ വിഷയത്തോട് അനുകൂലമായല്ല അല്ലെങ്കിൽ ഗൗരവമായല്ല അവർ പ്രതികരിക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ കോഴിക്കോട് തീപിടുത്തമുണ്ടായത്. ഫെബ്രുവരിയിൽ പാലക്കാട്ട് തീപിടുത്തമുണ്ടായപ്പോൾ ആ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് പോലും ഇന്ന് പുറത്തു വന്നിട്ടില്ല. ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിയിട്ടില്ല. അതുപോലെ കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്ന PWD വിഭാഗം നടത്തിയിട്ടില്ല, ജില്ലാ ഭരണകൂടം നടത്തിയിട്ടില്ല, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നടത്തിയിട്ടില്ല. ഇവരുടെ ഒന്നും തന്നെ ഇതുവരെയുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. ഇതിലൂടെ സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, ജനങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും ആരോഗ്യ വിഭാഗത്തിനുമുള്ള ഒരു താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിലൊരു വീഴ്ചകൾ, അതായത് യാതൊരു രീതിയിലുള്ള സംവിധാനങ്ങളും ഒരുക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഈ റിപ്പോർട്ടുകളെല്ലാം ഇപ്പോഴും പുറത്തേക്ക് വരാതെ ഇപ്പോൾ അകത്തളത്തിൽ തന്നെ ഒളിച്ചിരിക്കാൻ കാരണം? തീർച്ചയായും ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ സർക്കാരിനെ സംരക്ഷിക്കുന്ന, ആരോഗ്യവകുപ്പിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ആ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ അത് ആരോഗ്യവകുപ്പിൻ്റെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സ്വാഭാവികമായും ആ റിപ്പോർട്ടുകൾ മരവിപ്പിച്ച് ഈ സർക്കാരിൻ്റെ കാലാവധി വരെ നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു തന്ത്രമാണ് ഇതിലൂടെ അവർ ലക്ഷ്യമിടുന്നത്. അത് ജനങ്ങളുടെ ജീവനോടുള്ള ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഗൗരവമായ ഒരു സമീപനം ഇന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്.
എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കല്ലേ വേണ്ടത്? കാലപ്പഴക്കം ചെന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ കഴിയാത്താണ് ആശുപത്രി അധികൃതർ. ഈ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന ഓരോ രോഗികളുടെയും ജീവന്റെ സുരക്ഷിതത്വം എന്നത് ആരോഗ്യ വകുപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായും 1 മണിക്കൂറാണെങ്കിലും 1 ദിവസമാണെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കേണ്ടത് സർക്കാരിന്റെ തന്നെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലപ്പഴക്കമുള്ള കെട്ടിടമാണെങ്കിൽ തന്നെ ഈ കെട്ടിടത്തിൽ മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷം മാത്രമാണ് ചികിത്സാ രീതികളിലേക്ക് പോകേണ്ടത്. അത് പാലക്കാട് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. കാരണം 2024 മാർച്ച് മാസത്തിലാണ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ അവർ ഫയർ NOCക്ക് അപേക്ഷ നൽകിയതും ഫയർ NOC ലഭിക്കുന്നതും 1 വർഷം കഴിഞ്ഞ് 2025 ഫെബ്രുവരി മാസത്തിലാണ് NOC ലഭിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യരുടെ ജീവന് മതിയായ പ്രാധാന്യം നൽകാൻ ആരോഗ്യവകുപ്പ് തയ്യാറാവുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രതിയാക്കി 1-ാം പ്രതിയാക്കി കേസെടുക്കാൻ തയ്യാറായാൽ ഈ വിഷയത്തിന് അടിയന്തര പരിഹാരമുണ്ടാകും. അതായത് അടിയന്തര ചികിത്സ അല്ലെങ്കിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് പെട്ടെന്ന് തന്നെ ചികിത്സ തേടിയെത്തുന്ന ആളുകളെ പ്രവേശിപ്പിക്കുന്ന ICU ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ തീ കെടുത്താൻ വേണ്ടിയുള്ള യാതൊരു സംവിധാനം ഒരുക്കാതെ ഇത്തരത്തിൽ ഈ ആശുപത്രി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഫയർ ഹൈഡ്രന്റുകൾ ഒരു തീപിടുത്തം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എത്തിയാൽ പെട്ടെന്ന് തന്നെ ജലം ഉപയോഗിച്ചുകൊണ്ട് തീ കെടുത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. ഫയർ ഹൈഡ്രന്റുകൾ, സ്പ്രിംഗ്ലറുകൾ എന്ന് പറയുന്നതെല്ലാം അതുപോലും ഇവിടെ ഒരുക്കിയിട്ടില്ല. ആകെയുള്ളത് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ മാത്രമാണ്. ഈ കാണുന്ന ഈ 3 ജനലുകൾ കാണുന്നത്, അടച്ചുപൂട്ടിയിട്ടുള്ള ഈ 3 ജനലുകൾ, ഈ ജനലുകൾ ഉള്ള മുറിക്കകത്താണ് അന്ന് തീപിടുത്തം ഉണ്ടായത്. അന്ന് വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു. മണിക്കൂറുകളോളം എടുത്താണ് പിന്നീട് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി അന്ന് ഫയർഫോഴ്സ് ജീവനക്കാർക്കെല്ലാം സാധിച്ചത്. നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും എല്ലാം ഒരു സാഹചര്യമുണ്ട് ഇക്ബാൽ. ഷീറ്റുകളൊക്കെ വെച്ചാണോ അവിടെ മറച്ചു വെച്ചിരിക്കുന്നത്? ഈ കെട്ടിടം നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ ഇതിന്റെ ഒരു ഉറപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ സംശയം തോന്നും. രോഷിനി, തീർച്ചയായും അതാണ്. ഈ ഇത്തരത്തിൽ പഴക്കം ചെന്നിട്ടുള്ള ഒരു കെട്ടിടത്തിൽ സ്വാഭാവികമായിട്ടും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടു വേണം ഇത്തരത്തിലുള്ള പ്രവർത്തികളെല്ലാം ചെയ്യാൻ. പക്ഷേ ഇതെല്ലാം ഒരു കാലപ്പഴക്കം ചെന്നിട്ടുള്ള കെട്ടിടമാണ്. പുതിയ കെട്ടിടം വരുമ്പോൾ ഇത്തരത്തിൽ ഫയർ ഹൈഡ്രന്റുകളും അതുപോലെ തന്നെ സ്പ്രിംഗ്ലറുകളും എല്ലാം സ്ഥാപിക്കുമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ICUവിലേക്ക് വരുന്ന രോഗികളുടെ ജീവന് ആര് സംരക്ഷണം നൽകും? അവരുടെ കൂട്ടിരിപ്പുകാർക്ക് ആര് സംരക്ഷണം നൽകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാം അന്ന് തീപിടുത്തം അതിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. അതെല്ലാം കണ്ടിട്ടും ഇനിയൊരു തീപിടുത്തം ഉണ്ടായാൽ എടുക്കേണ്ട നടപടികളെക്കുറിച്ച്, അത് തീപിടുത്തം ഉണ്ടാവാതിരിക്കാൻ എടുക്കേണ്ട നടപടികളെക്കുറിച്ചും എല്ലാം എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം. പക്ഷേ അതൊന്നും ഇപ്പോഴും ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഫയർ ഓഡിറ്റിന് ശേഷം വന്നിട്ടുള്ള റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നത്. കാഴ്ചകളിൽ നിന്ന് പോലും വ്യക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് സാഹചര്യം. എന്തായാലും നേരത്തെ പ്രതികരിച്ച അദ്ദേഹം സർക്കാരിനെതിരെ തന്നെ വലിയ ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. ഇതിലൊക്കെ തുടർച്ചയായ പരിശോധനകൾ നടക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്.